അപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇത്. മലയ്ക്ക് മാലിട്ടിട്ട് ഇടാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഒരു ഉച്ചയായപ്പോഴത്തേക്കും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ക്ലീനിങ്ങിന് നിന്നു കേട്ടോ. ഡീപ്പ് ക്ലീനിങ് ഒന്നും തന്നെ ഇല്ല. കന്നിക്കെട്ടായതുകൊണ്ട് 41 ദിവസത്തെ വ്രതം എടുക്കണ കാരണം നമ്മൾ ഓൾറെഡി ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടാണ് വ്രതം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് നമ്മൾ പോകണില്ല കേട്ടോ. ജസ്റ്റ് നമ്മുടെ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് മാറ്റുന്നു, റൂമിലെ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് മാറ്റി അടിച്ചു വാരി തുടയ്ക്കുക, അങ്ങനത്തെ കുറച്ച് ഉദ്ദേശങ്ങൾ നമ്മുടെ ഉള്ളൂ. അത് കാരണം പണി പെട്ടെന്ന് തീരുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. മോള് വരുമ്പോഴേക്കൊക്കെ തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മിറ്റൊക്കെ ഒന്ന് അടിച്ചു വാരിട്ടുണ്ട്. നമ്മുടെ മുറ്റത്ത് റംബൂട്ടാൻ്റെ താഴെ മാത്രമാണ് കേട്ടോ കരട് ഉണ്ടാവാറുള്ളൂ. ബാക്കി സ്ഥലത്തൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അത് കാരണം അടിച്ചു വാരാനൊക്കെ നല്ല സിമ്പിളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി ഞാൻ ഇതേ കത്തിക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ലിവിങ് റൂമിലെ സെറ്റൊക്കെ ഒന്ന് നീക്കി അവിടെയൊക്കെ ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അച്ഛൻ ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ മാല ഇടാനായിട്ട്. അവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അച്ഛൻ്റെ അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അധികം ഒന്നും തന്നെ ഇല്ല. എന്നാലും നമ്മൾ അവിടെയൊക്കെ ഒന്ന് നീക്കി ജസ്റ്റൊക്കെ ഒന്ന് അടിച്ചു വാരി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ജനലൊക്കെ ഒന്ന് ജനലൊക്കെ ഞാൻ തുടച്ച് കഴിഞ്ഞതാണ് ഓൾറെഡി. എന്നാലും അതൊക്കെ ഒന്ന് തട്ടി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ മോളെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതേ സ്പീച്ച് കോമ്പറ്റീഷന് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് തുള്ളിച്ചടിയിട്ടാണ് ആളിതേ വന്നേക്കണത്. വീഡിയോയിൽ നമുക്ക് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റാറില്ല കേട്ടോ. അത്യാവശ്യം ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. പണി കുറച്ചും കൂടി ഉണ്ടായിരുന്നു. ഇതേ അച്ഛൻ ഫാനൊക്കെ തുടയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. എല്ലായിടത്തും സാധാരണ പോലെ തന്നെ നന്നായിട്ട് അടിച്ചു വാരി ഒന്ന് തുടച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് 2 റൂമിലും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ടുണ്ട്. ബെഡിൽ ഇനി അവർക്ക് കിടക്കാൻ പറ്റില്ല, എന്നാലും അതൊക്കെ ഒന്ന് മാറ്റി വിരിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. നാളെ അവർ മാലയിട്ട് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞ് 23-ാം തീയതി സൺഡേ ആണ് നമുക്ക് കെട്ടുനിറ വരുന്നത് കേട്ടോ. മോനും മോളും എൻ്റെ അമ്മയും പോകുന്നുണ്ട് കേട്ടോ. അമ്മ ആദ്യമായിട്ടാണ് പോകുന്നത്. 23-ാം തീയതി സൺഡേ വൈകുന്നേരം ചെറിയമ്മയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അവിടെ ഉടുക്കോട്ട് പാട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തിന് പോകും കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ, മനസ്സിന് ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.